ലിഗമെന്റ് ഇഞ്ചുറിക്ക് ശേഷം സർജറി വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഇനിയും എടുക്കാനായിട്ട് സഹായം ആവശ്യമുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ട് മെനക്കെടാനായിട്ട് നിങ്ങൾ കുറച്ച് തയ്യാറാവണം. കാരണം ഞങ്ങളുടെ ടീമിലേക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു പ്രോസസ് ഒട്ടും തന്നെ എളുപ്പമല്ല. ഒന്നോ രണ്ടോ മെസ്സേജിന് ശേഷം നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് വിചാരിച്ചാൽ തെറ്റി. കാരണം ഞങ്ങൾ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത് കുറെ അധികം വളരെ നീണ്ട ഒരു പ്രോസസ്സിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കും. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ തരാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കും ശരിയായിട്ടുള്ള മറുപടി ലഭിക്കുകയുള്ളൂ. റിപ്പോർട്ട്സിന്റെ ഏതാനും കുറച്ച് ഭാഗങ്ങൾ മാത്രം അയച്ചിട്ട് സർജറി വേണോ വേണ്ടിയോ സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ട്സ് വെച്ച് മാത്രം സർജറി വേണം എന്ന് പറയാനും സർജറി വേണ്ട എന്ന് പറയാനും ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ ഇവാലുവേഷൻ ഞങ്ങൾ ആവശ്യമെങ്കിൽ വേണം എന്ന് പറയും. ഇനി ഇത് കൂടാതെ ഒരു നീ ഇവാലുവേഷൻ ആവശ്യമുണ്ടെങ്കിൽ, ഡയറക്റ്റ് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അത് ചെയ്യണം എന്ന് തന്നെ പറയും. നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമാണ്, കറക്റ്റായിട്ട് ഞങ്ങൾ പറയുന്ന അഡ്വൈസസുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ഞങ്ങളുടെ അടുക്കലുണ്ട്. അത് ഞങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും.